അൻവറിനെ ഉപയോഗിച്ച് എങ്ങനെ ഇടതുപക്ഷത്തിൽ വിള്ളലുണ്ടാക്കാം, എങ്ങനെ ഒരു പിണറായി വിരുദ്ധത അൻവറിനെ മുന്നിൽ നിർത്തി ഉണ്ടാക്കിയെടുക്കാം. ഇതായിരുന്നു 7-8 മാസക്കാലം UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. പക്ഷെ ഇപ്പൊ അത് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു. അൻവർ അവർക്ക് ബൂമറാങ് ആയിരിക്കുന്നു. കാരണം നിങ്ങളറിയാലോ, അൻവർ രാജിവെച്ച് വന്നിട്ട് ഈ നിലമ്പൂർ അങ്ങാടിയിലാണല്ലോ ആദ്യത്തെ പൊതുയോഗം. ആ പൊതുയോഗ വേദിയിൽ അന്ന് മീഡിയ വണ്ണിന്റെ ക്യാമറാമാൻ ഈ ആളുകളുടെ അടുത്ത് ആ യോഗത്തിന് വന്ന അൻവറിന്റെ യോഗത്തിന് വന്ന ആളെടുത്ത് പോയി. എവിടെ നിന്നാണ് വരുന്നത്? അവര് പലരും മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ നിന്ന്, അതിനോട് ചേർന്ന് നിൽക്കുന്ന കോഴിക്കോട്ടെ തിരുവമ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അവരെല്ലാം പറഞ്ഞെന്താ, ഞങ്ങൾ UDF പ്രവർത്തകരാണ്, ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാണ്, ഞങ്ങൾ ലീഗിന്റെ പ്രവർത്തകരാണ്. അന്നത്തെ ക്ലിപ്പുകൾ മീഡിയ വണ്ണിന്റെ ആർക്കൈവിൽ ഉണ്ടാവുമല്ലോ. PV അൻവറിന്റെ നിലമ്പൂരിൽ LDF വിട്ട ശേഷമുള്ള ആദ്യത്തെ പൊതുയോഗം. അവിടെ പങ്കെടുത്ത ആളുകൾ കൂടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ LDF വിട്ട ശേഷമുള്ള ആദ്യത്തെ വരവേൽപ്പിൽ തുടങ്ങിയിരുന്നു UDFകാർ അദ്ദേഹത്തെ വരവേൽക്കാൻ. പക്ഷെ ആ UDFകാരാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയാൻ തന്നെ വല്ലാതെ വിമിട്ടം കാണിക്കുന്നത്. അവർക്ക് വലിയ നിലയിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത്. ആ രാഷ്ട്രീയം നമ്മുടെ മുന്നിൽ ഗൗരവമായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവര് പറഞ്ഞ ഭരണവിരുദ്ധ വികാരം 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നേരെ ഈ 9 വർഷമായിട്ട് തുടർച്ചയായിട്ട് നിൽക്കുകയല്ലോ. 2021 അതിനിടയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആദ്യത്തെ 5 വർഷത്തെ പിണറായി വിജയന്റെ LDF ഭരണത്തെ വിലയിരുത്തി. എന്താ അന്ന് നൗഷാദ് അലിയും നവാസും ഇതുപോലെ ചാനലുകളിലും അവരുടെ ക്യാമ്പയിൻ യോഗങ്ങളിലും പറഞ്ഞത്? ഇത് തന്നെയല്ല പറഞ്ഞത്. അങ്ങേയറ്റം ജനവിരുദ്ധ വികാരം. ഇവിടെ ഈ ഇടതുപക്ഷത്തെ പോലെ ഇന്നേവരെ ഒരു ഭരണത്തെയും കണ്ടിരുന്നില്ല. ഇത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ഭരണം. പിണറായിക്ക് ശേഷം ഇനി LDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇത് തന്നെയല്ലേ 2021 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ കേട്ടത്. അതെല്ലാം കേട്ടിട്ട് കേരളത്തിലെ ജനം തീരുമാനിച്ചത് എന്താ ഇവർ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പുതുമയുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ളത്? ഇനി നൗഷാദ് അലി കുറച്ചുകൂടി കടന്നിട്ട് ഒരുപാട് പഴയ കാസറ്റുകളൊക്കെ കൊണ്ടുവന്നു. ഇങ്ങനെ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു. നൗഷാദ് അലി 1921 മലപ്പുറം ജില്ലയുടെ വികാരം അതാണല്ലോ. ആ പഴയ മലബാർ ലഹള, ആ മലബാർ കലാപത്തോട് എന്താണ് അന്ന് കോൺഗ്രസിന്റെ അന്ന് കോൺഗ്രസ് ആണല്ലോ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്തായിരുന്നു മലബാർ ലഹളയോട് അന്ന് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട്? മദിരാശിയിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട്? ഒറ്റപ്പെട്ട ചില വ്യക്തികളെ മാറ്റി നിർത്തും. ഔദ്യോഗിക നിലപാട് എന്തായിരുന്നു?